ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചു. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റേതാണ് ഉത്തരവ്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം ചണ്ഡീഗഡിൽ നിന്നുള്ള യാത്രാമധ്യേ ട്രെയിനിൽ വെച്ചുണ്ടായ വധശ്രമം, അതിൽ കെ സുധാകരൻ പങ്കുണ്ടെന്ന് കുറ്റപത്രത്തിലടക്കം പരാമർശമുണ്ടായിരുന്നു. കെ സുധാകരൻ കുറ്റവിമുക്തനാക്കുന്നു. കേസിന്റെ നാൾവഴി, ഇപ്പോഴത്തെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ. മാധു, ഇ.പി. ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരന് അനുകൂലമായ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു വിധിയാണ്. കാരണം ഈ കേസിലെ ഗൂഢാലോചനയിലാണ് കെ സുധാകരന് പങ്കുള്ളതായി ആരോപണമുണ്ടായിരുന്നത്. അതിലാണ് കെ സുധാകരനെ ഇപ്പോൾ ഹൈക്കോടതി ആ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് ഇ.പി. ജയരാജനെ വധിക്കുന്നതിന് വേണ്ടി പ്രതികളുമായി ഗൂഢാലോചന നടത്തി എന്നതായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായിട്ടുള്ള ആരോപണം. ആ ആരോപണം നിയമപരമായി നിലനിൽക്കുന്നതല്ല, അതിന് തെളിവുകളില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ കുറ്റപത്രത്തിൽ നിന്ന് കെ സുധാകരനെ ഒഴിവാക്കിയിരിക്കുന്നത്. കെ സുധാകരനെതിരായ എല്ലാ നിയമ നടപടികളും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് സിയാദ് റഹ്മാൻ മറ്റു പ്രതികളെ കുറ്റവിമുക്തരാക്കിയ പശ്ചാത്തലത്തിലാണല്ലോ സുധാകരൻ ചെല്ലുന്നത്, ഈ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിചാരണ കോടതിയെ സമീപിക്കുന്നത്. പക്ഷെ അന്ന് വിചാരണ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉണ്ടാകുന്നില്ല. ശേഷം ഹൈക്കോടതിയിൽ ഇതിപ്പോൾ എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുറ്റവിമുക്തനാക്കുന്നത് സുധാകരനെ? സുധാകരനെ ഈ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയമപരമായ തെളിവുകളില്ല എന്നത് തന്നെയാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് എന്തൊക്കെ കാരണങ്ങളാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ കെ സുധാകരന് അനുകൂലമായ ഉത്തരവിലേക്ക് നയിച്ചത് എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി പറയാൻ കഴിയുന്നത് കെ സുധാകരനെ ഈ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ തെളിവുകളില്ല എന്നത് തന്നെയാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. 1995 ഏപ്രിൽ 12-നാണ് ഡൽഹിയിൽ നിന്ന് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുന്ന വഴി ഇ.പി. ജയരാജന് നേരെ ട്രെയിനിൽ വധശ്രമം ഉണ്ടാകുന്നത്. ആ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് വലിയ കോളിളക്കങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അതിൽ കെ സുധാകരനാണ് വാടക കൊലയാളികളെ ഉപയോഗിച്ച് ഇ.പി. ജയരാജനെ വധിക്കാൻ ശ്രമിച്ചത് എന്ന ആരോപണമാണ് CPM എക്കാലവും കണ്ണൂർ രാഷ്ട്രീയത്തിലും സംസ്ഥാനത്ത് ആകെയും ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ കെ സുധാകരനെതിരെ യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്നതാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ കണ്ടെത്തൽ. ബിനിൽ, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ, 3 പതിറ്റാണ്ടു കാലവും CPM എപ്പോഴും സുധാകരന് നേരെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം, ഇ.പി. ജയരാജന്റെ സമരഭരിതമായ ത്യാഗനിർഭരമായ ജീവിതത്തിന് CPM ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും അധികം തവണ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉദാഹരണം. ഇതൊക്കെയാണ് രാഷ്ട്രീയമായി ചെറുക്കാൻ സുധാകരന് ഈ വിധിയിലൂടെ കഴിയുക. തീർച്ചയായും കെ സുധാകരന് ഈ വിധി രാഷ്ട്രീയമായി വലിയ നേട്ടമാണ്. കാരണം അദ്ദേഹത്തിനെതിരെ എക്കാലവും ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ആരോപണമാണ് CPM അദ്ദേഹം ഗുണ്ടാ സംഘങ്ങളെ വളർത്തുന്നു, രാഷ്ട്രീയ എതിരാളികളെ ഉന്നം വയ്ക്കുന്നു തുടങ്ങിയത് അദ്ദേഹത്തിനെതിരായി ഏറ്റവും വലിയ ആരോപണങ്ങൾ തന്നെയാണ്. CPM കണ്ണൂർ രാഷ്ട്രീയത്തിലടക്കം കെ സുധാകരനെ ഒറ്റപ്പെടുത്തുന്നതിനും കെ സുധാകരനെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ തന്നെയാണ്. വിശദാംശങ്ങൾക്കായി ബിന്നിലേക്ക് വരാം.